ഹായ് വിവേഴ്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തമായിട്ട് ചുരിദാർ തയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതായിരിക്കും എളുപ്പത്തിൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോസൊക്കെ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കണേ. ആദ്യം നമ്മൾ ഷേപ്പിന് വെട്ടിയെടുത്ത് വെച്ച ആ നെക്കിനെ ഇതുപോലെ ഒരു തുണിയിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു മുട്ടിപ്പിന്ന് കുത്തി വെച്ചിരിക്കുകയാണ്. അയൺ ചെയ്തെടുത്താലും മതി. അതിനുശേഷം മുട്ടിപ്പിന്ന് കുത്തിയതിന് ശേഷം അതിൻ്റെ സൈഡുകൾ മെഷീൻ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ 4 സൈഡും ചുറ്റാകെ റൗണ്ടിന് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ആദ്യം അടിച്ചെടുക്കുക. എന്നിട്ട് കറക്റ്റ് അതിനെ രണ്ടായിട്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ സൈഡൊക്കെ വെട്ടി നല്ല ഭംഗിയാക്കി. കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നേ, അതുകൊണ്ടാണ് ഞാനത് വെട്ടിക്കളഞ്ഞത്. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ നടുക്ക് രണ്ടായിട്ട് മടക്കിയിട്ടപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കിട്ടുമല്ലോ. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒരു കട്ട് കൊടുക്കുക. എന്നിട്ട് ചോക്കിട്ട് ആ സെൻറ്റർ ഭാഗം ഒന്ന് വരച്ച് വെച്ചിരുന്നാൽ ആ വരയിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിൽ കൂടെയാണ് ആദ്യം താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിങ്ങനെ താഴേക്ക് ഇപ്പോൾ ഈ വരയ്ക്കുന്നില്ലേ, അതുവഴിയാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നെക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും. അതിനുശേഷം നമ്മൾ ചുരിദാറിന് കട്ട് ചെയ്ത് വെച്ച് ആ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെയും സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിനും സെൻറ്ററിൽ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുക. അതിലില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നെക്ക് അടിച്ചെടുത്തില്ലേ അതിൽ മാർക്ക് ചെയ്താലും മതി. അതിലല്ലേ നമ്മൾ അടിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് ഇത് നല്ല വശം ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ആ ക്യാൻവാസ് വെച്ച് നെക്ക് അടിച്ചെടുത്തില്ലേ അത് ഇതുപോലെ വെക്കണം. ഇങ്ങനെ കറക്റ്റ് ആ 2 വെട്ടും ഒരേ ഭാഗത്തായിട്ട് വരുന്ന പോലെ ഇങ്ങനെ വച്ചിട്ട് ഞാൻ ചോക്കിട്ട് വരച്ച ആ ഭാഗത്തു കൂടി ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്യണം. ചെയ്ത് താഴേക്ക് വന്നിട്ട് ഈ ഞാനിപ്പോൾ വരച്ച ഭാഗത്തു കൂടി ആ ക്യാൻവാസിൽ കയറാതെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളതാണ് ഇത്. എന്നിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് പുറത്തോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ കൂടി വേണം പിന്നീട് നമുക്ക് ആ ഷേപ്പിന് വെട്ടിയെടുക്കാൻ. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വെട്ടാം. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ തട്ടല്ലേ, സ്റ്റിച്ച് തട്ടിയാൽ പിന്നെ പാടാണ്. അതുകൊണ്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ട് കൊടുക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഏത് ഷേപ്പ് തച്ചാലും അത് ഈ കട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ആ ഷേപ്പിലോട്ട് വരുള്ളൂ. എന്നിട്ട് ഇതിനെ അങ്ങ് അകത്തേക്ക് മടക്കുക. ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ അകത്തേക്ക് മടക്കി നമ്മൾ പുറത്തുകൂടി വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഹെമ്മിങ് ചെയ്താലും മതി. ഹെമ്മിങ് ചെയ്യുന്നതാണ് ഭംഗി. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൈഡിൽ കൂടി ഒരു കുഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. സ്ഥിരമായിട്ട് വീഡിയോ ഇടണമെന്ന് കരുതിയാണ് ചാനൽ തുടങ്ങിയത്. പക്ഷേ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. കാരണം ധാരാളം സ്റ്റിച്ചിങ് എനിക്ക് വേറെ ഉണ്ട്. അതുകൊണ്ടാണ്. പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടാം. ഒരുപാട് താമസിക്കാതെ ഇടാം. കാണുന്നവർ തീർച്ചയായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമുക്ക് എപ്പോഴും ഒരു പ്രചോദനമായിട്ടുള്ളത്. അത് കേൾക്കുമ്പോഴാണൊരു സന്തോഷം. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്തൊക്കെ നോക്കിയിട്ട് അഭിപ്രായം പറയണേ.